ഒരു സാധാരണ മനുഷ്യൻ അവന്റെ സാധാരണ ശക്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ശിഷ്യന്റെ ജീവിതം, ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. അതിനെന്തുണ്ടെങ്കിലേ പറ്റൂ. ആത്മാവിലെ ജനനം അത്യന്താപേക്ഷിതമാണ്. വിത്ത് ദ നോർമൽ ബർത്ത് ഐ കനോട്ട് ലിവ് എ സ്പിരിച്വൽ ലൈഫ് ബിക്കോസ് ഐ എം ആഫ്റ്റർ ഓൾ ഫ്ലഷ്. പക്ഷെ അതല്ല ഞാൻ. I am born again. When I am born again, when I was born into the world for the first time, when I was as a baby, when I came out of the womb of my mother, എനിക്കുണ്ടായിരുന്ന നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്പിരിച്വൽ നേച്ചർ. എനിക്കുണ്ടായിരുന്നത് ആദാമിന്റെ പ്രകൃതമാണ് ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ. അതല്ലേ ഫസ്റ്റ്, എൻ്റെ ആദ്യത്തെ ജനനത്തിൽ. പക്ഷെ എൻ്റെ രണ്ടാമത്തെ ജനനം, ദ ന്യൂ ബർത്ത്, അതെനിക്ക് തരുന്നത് ആദാമ്യ പ്രകൃതി അല്ല. ഞാൻ നേരത്തെ ആദാമിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ഐ വാസ് ബോൺ ഓഫ് ആഡം, ബട്ട് നൗ ഐ എം നോട്ട് ബോൺ ഓഫ് ആഡം. ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ആത്മാവിൽ ജനിച്ചു എന്ന് പറയുന്നത്. ഇഫ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് ബിക്കോസ് സ്പിരിറ്റ് ഈസ് ഗാഡ്, റൈറ്റ്? സോ അവിടെയാണ് ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ ഈ ആദ്യം ഇത് കാര്യം പറയാൻ കാര്യം അതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്ലെയിൻ പറക്കത്തില്ല, അതിനെ പറപ്പിക്കണം. പക്ഷെ പക്ഷിയെ പറപ്പിക്കണ്ട, പക്ഷി പറന്നോളും. വാട്ട് ഈസ് എ ഡിഫറൻസ്? പക്ഷിക്ക് ട്രെയിനിങ് കിട്ടിയതുകൊണ്ടല്ല, പക്ഷിക്ക് എന്തുണ്ട്? പറക്കുവാനുള്ള ജീവനുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഇതേപോലെ ജീവനാണ്, ലൈഫാണ്, ക്രിയേഷനാണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. വെൻ യു ആർ എ ന്യൂ ക്രിയേഷൻ, യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ ആത്മസൃഷ്ടിയാണ്. അതുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആത്മാവിന്റെ ജീവിതം ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയണം. ഇവിടെ 5-ാം അധ്യായത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ആ ജീവിതം ജീവിക്കാൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിൽ, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ആ പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിൽ ഇവിടെ 6-ാം അധ്യായത്തിൽ മനുഷ്യനോടുള്ള മനുഷ്യന്റെ ബന്ധമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ. See, chapter 5 says about your relationship with your fellow men. But chapter 6, it starts with your relationship with God. ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ബന്ധം സൂക്ഷിക്കണമെങ്കിൽ, പക്ഷെ അത് സൂക്ഷിക്കേണ്ടത് മനുഷ്യന്റെ മുമ്പിലാണെന്നുള്ളതാണ്. സൂക്ഷിക്കണമെങ്കിൽ, മനുഷ്യന്റെ മുമ്പാകെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധം സൂക്ഷിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മൈ ലൈഫ് ലിവ് ടു ഗാഡ് ബിഫോർ മെൻ. ഈ ജീവിതം എനിക്ക് എങ്ങനെ സ്വർഗസ്ഥ പിതാവിന്റെ പെർഫെക്ഷനിൽ ജീവിക്കാൻ പറ്റും? അതാണ് വാസ്തവത്തിൽ ആഫ്റ്റർ ഓൾ ഇതിന്റെ എല്ലാം ചോദ്യം. അതാണ് ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യം. എന്താണ്? എനിക്ക് എങ്ങനെ സ്വർഗസ്ഥ പിതാവിനെ പോലെ പെർഫെക്റ്റ് ആകാൻ പറ്റും? അതിനാണ് ഗിരിപ്രഭാഷണം പറയുന്നത്. അതാണ് ഗിരിപ്രഭാഷണം പറയുന്നത്. ആത്യന്തികമായി നമ്മൾക്ക് എന്തായേ പറ്റുള്ളൂ? വി നീഡ് ടു ബി പെർഫെക്റ്റ് ആസ് അവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും എങ്ങനെ ആയിത്തീരണം? വിശുദ്ധരായിത്തീരണം. ആരെ പോലെ? സ്വർഗസ്ഥ പിതാവിനെ പോലെ. കമ്പാരിസൺ സ്വർഗസ്ഥ പിതാവുമായിട്ടല്ല, അല്ലാതെ അയലോക്കക്കാരനുമായിട്ടല്ല. സൂസിക്കുട്ടിയെക്കാളും ഞാൻ ബെറ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗത്തിൽ ചെല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല. അവിടെ ചെല്ലാൻ എന്താ പറ്റുള്ളൂ? If God compares, I do not know whether God compares. If God compares, He is comparing you not with your neighbor, He is comparing you with Jesus Christ, His own Son. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കർത്താവ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ അയൽവക്കക്കാരുമായിട്ട് താരതമ്യപ്പെടുത്തത്തില്ല. പിന്നെ ആരുമായിട്ട് താരതമ്യപ്പെടുത്തത്തുള്ളൂ? യേശുക്രിസ്തുവുമായിട്ട് മാത്രമേ താരതമ്യപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ട് അവന്റെ വിശുദ്ധിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതിൽ കുറഞ്ഞ ഒരു വിശുദ്ധിയല്ല. ദൈവബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ സ്വർഗസ്ഥ പിതാവിനോടുള്ള ദൈവവുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകളിൽ സ്വർഗസ്ഥ പിതാവിന്റെ പ്യൂരിറ്റി ഞാൻ സൂക്ഷിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബിവെയർ ഓഫ് പ്രാക്ടീസിങ് യുവർ പയറ്റി ബിഫോർ മെൻ ഇൻ ഓർഡർ ടു ബി സീൻ ബൈ ദം. നമ്മൾ അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താ അതിന്റെ അർത്ഥം? ഒരു പരിധി വരെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവവും നിങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾക്കിടയ്ക്ക് മനുഷ്യനെ കയറ്റാതിരിക്കുക. അതിന്റെ സിമ്പിൾ ഫോമിൽ പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ദൈവവും ഞാനും തമ്മിലുള്ള ഇടപാടുകളുടെ ഇടയ്ക്ക് ആരെ കയറ്റാതിരിക്കുക? മനുഷ്യനെ കയറ്റാതിരിക്കുക. ദൈവവും ഞാനുമായിട്ടുള്ള ഇടപെടലിനകത്ത് മനുഷ്യൻ കയറി കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. എന്താണ് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക്
മനുഷ്യനെ കയറ്റുന്നതിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ അവിടെ നമ്മൾ 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യനാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. മനുഷ്യൻ കയറി വരികയാണ്. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ 6-ാം അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ നമ്മൾ വായിക്കുന്ന പാസേജിലെ കാര്യങ്ങളെല്ലാം ഹൗ യു ഷുഡ് ബി ഡിഫറെന്റ് ഫ്രം ദ ഫാരസി എന്നുള്ളതാണ്. Earlier it was how you need to be different from the scribes. Now it says, ഇപ്പോൾ എന്താണ് പറയുന്നത്? പരീശനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വ്യത്യസ്തനായിരിക്കണം. മനുഷ്യർക്ക് കാണേണ്ടത്, അവരുടെ പ്രശ്നം അതാണ്. അവരെന്ത് ചെയ്യുന്നു? മനുഷ്യർ കാണേണ്ടതിന് അവരുടെ നീതിയെ മനുഷ്യന്റെ മുമ്പിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മുടെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാകണമെന്നൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തികൾ ഒരു പക്ഷെ വളരെ നല്ലതായിരിക്കാം. ഇവിടെ പറയുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളല്ല. താഴോട്ട് വരുമ്പോഴത്തേക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 ഭിക്ഷ കൊടുക്കുന്നത്, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഇതൊന്നും നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങളല്ല. അതാണ് പ്രത്യേകത. പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ പ്രവൃത്തികൾ നമ്മൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിനും നമുക്കും മധ്യത്തിലേക്ക് മനുഷ്യനെ കയറ്റി നിർത്തുകയാണ്. മനുഷ്യനെ കയറ്റി നിർത്തുകയാണെന്ന് തന്നെയല്ല, ഒരു പരിധിവരെ ദൈവത്തെ ആ ലോകത്ത് നിന്ന് മാറ്റിക്കളയുകയുമാണ്. കാര്യം ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. എൻ്റെ മുമ്പിൽ ഒരാളെ മാത്രമേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. എൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഒരാളെ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. ഇപ്പം ദൈവം എൻ്റെ നേരെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ, ഞാൻ മനുഷ്യനെ ഇടയ്ക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണിക്കുന്നതെല്ലാം ആർക്ക് വേണ്ടിയാണ്? മനുഷ്യന് വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിനാണ് ഞാനിത് അർപ്പിക്കുന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ, ആദ്യം ആവശ്യമായിരിക്കുന്നത് ദൈവത്തിനും എനിക്ക് മധ്യത്തിൽ നിന്ന് എന്ത് ചെയ്താലേ പറ്റുള്ളൂ? മനുഷ്യനെ മാറ്റി നിർത്തിയാലേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ വളരെ നല്ലതായിരിക്കാം, പക്ഷേ അത് മനുഷ്യർക്ക് കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ദൈവം അത് ശ്രദ്ധിക്കാതെ പോകും. അതാണ് ഇന്നത്തെ പ്രശ്നം. പരീശന്മാർ ചെയ്ത കാര്യങ്ങളൊന്നും മോശമല്ല. പരീശന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നാണ് പരീശനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കപടഭക്തൻ എന്നുള്ള ഒരു അർത്ഥം, എന്താണ് നമ്മൾ അവനൊരു പരീശൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവനൊരു നല്ല ആളാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ യേശുവിൻ്റെ കാലയളവിലും അതിനു മുമ്പൊക്കെ പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കപടഭക്തൻ എന്ന് നാട്ടുകാർ ചിന്തിച്ചിരുന്ന ഒരു സമയമില്ല. അവർ ബേസിക്കലി മറ്റുള്ളവരാൽ ആദരിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പൊ അവര് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വിശദാംശങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിച്ച് അത് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. സാധാരണ ആളുകളിൽ നിന്ന് കുറെ കൂടെ ഉയർന്ന ആത്മീയത സൂക്ഷിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ യേശുവിൻ്റെ കാലത്തുള്ള സാധാരണ യഹൂദൻ പരീശനെ നോക്കിയിരുന്നത് നിന്ദയോടെയല്ല, ഒരു പരിധിവരെ ബഹുമാനത്തോടാണ്. കാരണം എനിക്ക് അയാളെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ. പരീശൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പരീശൻ ഒരുപക്ഷെ വഴി നിന്ന് പ്രാർത്ഥിക്കുന്ന തന്നെ ആയിക്കോട്ടെ. വഴിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇസ്ലാമിക് ഫെയ്ത്ത് വെച്ച് പുലർത്തുന്ന ആളുകൾ ദിവസം 5 നേരം നിസ്കരിക്കുന്നു. 5 നേരം നിസ്കരിക്കുന്നത് അയാൾ എവിടെ ആണെങ്കിലും ചെയ്തു കളയും. ഇനിയും വഴിയിലാണെങ്കിൽ, വഴിയിൽ ഒരു പാവിരിച്ചാണെങ്കിലും മുട്ടുമടക്കാൻ അയാൾക്ക് മടിയില്ല. അപ്പോൾ വഴിയിൽ ഒരാൾ നിസ്കരിച്ച് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ പുച്ഛമാണോ തോന്നുന്നത്, അതോ ബഹുമാനമാണോ തോന്നുന്നത്? എനിക്ക് ബഹുമാനമാണ് തോന്നുന്നത്. ഞാൻ എന്താ പറയുന്നത്? കണ്ടില്ലേ, അവൻ ആരാണ്, എന്താണ്, ഒന്നും അവനൊരു നോട്ടമില്ല, അവൻ എവിടെയും അവൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടോ. എന്നിട്ട് എൻ്റെ മനസ്സിൽ എനിക്കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നേ എനിക്ക് തോന്നത്തുള്ളൂ. ഇല്ലേ? റൈറ്റ്. ഇതേപോലെ പരീശന്മാരായ ആളുകളെ അന്നത്തെ ആളുകൾ എന്ത് ചെയ്തിരുന്നു? അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു അവർ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക്. പക്ഷേ കള്ളന്മാരതിനകത്തുണ്ടെങ്കിലും നല്ലൊരു ശതമാനം ആളുകളും പരീശന്മാർ എങ്ങനെയുള്ളവർ തന്നെയായിരുന്നു? സിൻസിയറായിട്ടുള്ള ആളുകളായിരുന്നു, ആത്മീകരായ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പലതും ഒരു പരിധിവരെ നല്ല പ്രവൃത്തികളായിരിക്കാം, പക്ഷെ അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു മോഹം നമുക്ക് ഉണ്ടായിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ 5-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പുറമേയുള്ള, അതാണല്ലോ സ്ക്രൈബ്സിന്റെ പ്രത്യേകത. ശാസ്ത്രിമാരെന്ത് ചെയ്തു? കൊല ചെയ്തതെന്ന് പറയുമ്പോൾ നിയമത്തിന്റെ പുറന്തോട് മാത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതായിരുന്നു ശാസ്ത്രിമാരുടെ പ്രശ്നം. പക്ഷെ പരീശന്മാരുടെ പ്രശ്നം നിയമത്തിന്റെ പുറന്തോടല്ല, അനുസരണത്തിന്റെ പുറന്തോട്. അവരനുസരിക്കുന്നതും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നല്ല. എവിടെ നിന്നാണ്? അനുസരണത്തിന്, ഒരു പ്രകടനത്തിന്റെ, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഒരു എക്സ്റ്റേണലിസം എന്ന് നമുക്ക് പറയാം, ഒരു പ്രകടനാത്മകത. അതാണ് പരീശന്റെ ജീവിതത്തിന്റെ പ്രശ്നം.
അതിവിടെ നമ്മൾ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് യേശുവിൻ്റെ കാലത്തിലെ പരീശന്മാർക്ക് മാത്രമല്ല, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിലും ഒക്കെ അറിയാതെ ഒരു എക്സ്റ്റേണലിസം നമ്മുടെ ഇടയിൽ കടന്നുകൂടുന്നുണ്ട്. അനുസരണം നടക്കുന്നുണ്ട്, പക്ഷേ അനുസരണം പ്രകടമായി പോകുന്നതായ ഒരു സ്റ്റേജ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ 3 കാര്യങ്ങളുടെ ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും അവിടെ കർത്താവ് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി.